ഇന്നത്തെ നമ്മുടെ ലെസൺ ചില ആക്ഷൻസിനെ പറ്റിയാണ്. ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ആക്ഷൻസ് ഒന്നും നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കണം. നമ്മൾ എന്താ ചെയ്യുക? ഫോട്ടോ കോപ്പി സെൻറ്ററിൽ പോവും, അവിടെ നിന്നിട്ട് 2 കോപ്പീസ് എടുക്കും, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ലാപ്ടോപ്പ് കേടായിപ്പോയി, അതൊന്ന് റിപ്പയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ലാപ്ടോപ്പിൻ്റെ റിപ്പയർ ഷോപ്പിൽ പോയിട്ട് അത് നന്നാക്കിയെടുക്കും, അല്ലേ? അതേപോലെ തന്നെ കാറ് സർവീസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? വർക്ക്ഷോപ്പിൽ കൊടുക്കും, അവർ സർവീസ് ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെ ചില ആക്ഷൻസ് ഉണ്ട്, നമ്മൾ സ്വയം ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്കാണ് ഗെറ്റ്. ഇത്തരം സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഗെറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ: ഐ ഗെറ്റ് മൈ കാർ വാഷ്ഡ് ഹിയർ. ഐ ഗെറ്റ് മൈ കാർ വാഷ്ഡ് ഹിയർ. ഇവിടെയാണ് എൻ്റെ കാറ് വാഷ് ചെയ്ത് കിട്ടുന്നത്. ഇവിടെ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. ആദ്യം സബ്ജക്റ്റ് ഐ, അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ഗെറ്റ്, പിന്നെ ഉപയോഗിച്ചത് നൗൺ ആവാം, അതല്ലെങ്കിൽ പ്രോനൗൺ ആവാം. അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ്. വാഷ്ഡ് എന്നത് വാഷ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അപ്പോൾ ഐ ഗെറ്റ് മൈ കാർ വാഷ്ഡ് ഹിയർ, ഇവിടെയാണ് എൻ്റെ കാറ് വാഷ് ചെയ്ത് കിട്ടുന്നത്. ഈ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് ഈ ഗെറ്റ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. ഗെറ്റ് എന്നതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഗെറ്റ് ഉപയോഗിച്ചത്. അതല്ല, ഷീ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഗെറ്റ്സ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഐ, യു, വി, ദേ, അതല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഗെറ്റ് എന്ന് തന്നെ ഉപയോഗിക്കാം. അതല്ല, ഷീ, ഹി, ഇറ്റ് അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഗെറ്റ്സ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് അവിടെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. പിന്നെ ഡിഫറെൻറ്റ് ഫോംസ്, ഡിഫറെൻറ്റ് ടെൻസസിൽ നമുക്ക് ഉപയോഗിക്കാം. പാസ്റ്റ് ടെൻസാണ്, എനിക്ക് ഇവിടെയാണ് എൻ്റെ കാർ വാഷ് ചെയ്ത് കിട്ടിയത്. ഐ ഗോട്ട് മൈ കാർ വാഷ്ഡ് ഹിയർ എന്നല്ലേ പറയുന്നത്. ഗോട്ട് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. ഗെറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട്. അപ്പോൾ അത് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഗോട്ട് എന്ന് തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കണമെന്ന് കരുതൂ. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കും? I am getting my car washed here. I am getting. അപ്പോൾ അത്തരം ഫോംസും ഏത് ടെൻസ് വേണമെങ്കിലും ആവാം. I am getting, we are getting, you are getting, they are getting. അതുപോലെ he is getting, she is getting. അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ്, ഡിഫറെൻറ്റ് ടെൻസസ് അനുസരിച്ച് മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമല്ലാതെ പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഗെറ്റിന് പകരം ഹാവ് ഗോട്ട്, ഹാസ് ഗോട്ട്, ഹാഡ് ഗോട്ട് എന്നൊക്കെ ഉപയോഗിക്കാം പെർഫെക്റ്റ് ടെൻസിലാവുമ്പോൾ. ഐ ഹാവ് ഗോട്ട് മൈ കാർ റിപ്പയർഡ്. ഐ ഹാവ് ഗോട്ട് മൈ കാർ വാഷ്ഡ് ഹിയർ. വി ഹാവ് ഗോട്ട് ദ കാർ വാഷ്ഡ് ഹിയർ. I have got, we have got, they have got, you have got. അങ്ങനെ have got ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ he has got his car washed here. അവൻ്റെ കാറ് ഇവിടെ വാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥത്തിൽ. അങ്ങനെ പെർഫെക്റ്റ് ടെൻസിലാവുമ്പോൾ ഹാസ് ഗോട്ട്, ഹാവ് ഗോട്ട് ഒക്കെ ഉപയോഗിക്കാം. he has got, she has got അങ്ങനെ ഉപയോഗിക്കാം. ഇനി ഇതൊന്നും അല്ലാതെ പാസ്റ്റ് ടെൻസിൽ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് ഉപയോഗിക്കണം. ഹി ഹാഡ് ഗോട്ട് അല്ലെങ്കിൽ ഐ ഹാഡ് ഗോട്ട്. അങ്ങനെ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാഡ് ഗോട്ടും ഉപയോഗിക്കാം. അപ്പോൾ പെർഫെക്റ്റ് ടെൻസും ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമല്ലാതെ ഫ്യൂച്ചർ ടെൻസിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഐ വിൽ ഗെറ്റ് മൈ കാർ വാഷ്ഡ് ഹിയർ. ഐ വിൽ ഗെറ്റ് എന്ന് ഉപയോഗിച്ചു. ഐ വിൽ ഗെറ്റ്, എൻ്റെ കാർ ഇവിടെ വാഷ് ചെയ്ത് കിട്ടും എന്നത്, അത് ഫ്യൂച്ചർ ടെൻസ്. അതുപോലെ ഏത് മോഡൽ ഓക്സിലറി വേർബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. ഐ വിൽ ഗെറ്റ് മൈ കാർ, അവിടെ ഐ വിൽ എന്നത് ഒരു മോഡൽ ഓക്സിലറി വേർബാണ്, ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഐ ക്യാൻ ഗെറ്റ്, ഐ മേ ഗെറ്റ്, ഐ വിൽ ഗെറ്റ് എന്നൊക്കെ ഏത് മോഡൽ ഓക്സിലറി വേർബിൻ്റെ ഒപ്പവും നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. ഐ ഗെറ്റ് the room
ക്ലീൻഡ് എവരി ഡേ. ഐ ഗെറ്റ് ദ റൂം ക്ലീൻഡ് എവരി ഡേ. എനിക്ക് എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്ത് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കിട്ടുന്നു. അപ്പോൾ ഗെറ്റ് എന്നാണ് ഉപയോഗിച്ചത്. അതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആയതുകൊണ്ടാണ് ഗെറ്റ് ഉപയോഗിച്ചത്. ക്ലീൻഡ് എന്നത് ക്ലീൻ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്. ഐ ഗോട്ട് മൈ സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോ കോപ്പീഡ്. ഐ ഗോട്ട് അവിടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോ കോപ്പി എടുത്ത് കിട്ടി എന്നാണ്. ഐ ഗോട്ട് മൈ സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോ കോപ്പീഡ്. ഫോട്ടോ കോപ്പി എന്നത് അവിടെ വേർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഫോട്ടോ കോപ്പീഡ്. ഗീത ഗോട്ട് ഹെർ പ്രോഗ്രസ് കാർഡ് സൈൻഡ് ബൈ ഹെർ ഫാദർ. ഗീതയ്ക്ക് അവളുടെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്ത് കിട്ടി. ബൈ ഹെർ ഫാദർ. ഫാദറാണ് സൈൻ ചെയ്തത് എന്നാണ് അതിൻ്റെ മീനിങ്. ഗീത ഹാസ് ഗോട്ട്. ഇവിടെ ഗീത ഹാസ് ഗോട്ടാണ്. ഹാസ് ഗോട്ട് എന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഗെറ്റിൻ്റെ ആ ഫോം മാറ്റി ഹാസ് ഗോട്ട് എന്നാക്കി. ഗീത ഹാസ് ഗോട്ട് ഹെർ പ്രോഗ്രസ് കാർഡ് സൈൻഡ് ബൈ ഹെർ ഫാദർ. ഐ ആം ഗെറ്റിംഗ് ദ വെഡ്ഡിംഗ് കാർഡ്സ് പ്രിൻറ്റഡ്. ഐ ആം ഗെറ്റിംഗ് മൈ ഐസ് ചെക്ക്ഡ് ടുമാറോ. നാളെ എൻ്റെ ഐസ് ചെക്ക് ചെയ്യും ഞാൻ എന്നാണ് എന്ന് പറയുന്നത്. പക്ഷേ ഞാനല്ല ചെയ്യുന്നത്, നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്യും. ഐ ആം ഗെറ്റിംഗ് എന്നവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ് ഉപയോഗിച്ചത്. അത് നാളെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളെ നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഐ ആം ഗെറ്റിംഗ് മൈ ഐസ് ചെക്ക്ഡ് ടുമാറോ. ഇനി മോഡൽ ഓക്സിലിയറി വേർബ്സും ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. ഐ ക്യാൻ ഗെറ്റ് യു അറസ്റ്റഡ്. ഐ ക്യാൻ ഗെറ്റ് യു അറസ്റ്റഡ് അതായത് നിങ്ങൾ അറസ്റ്റ് ചെയ്യും. അതായത് അറസ്റ്റ് ചെയ്യാൻ മീൻസ് ഐ ക്യാൻ ഗെറ്റ് യു അറസ്റ്റ്. എനിക്ക് അത് അങ്ങനെ സാധിച്ചു കിട്ടും എന്നാണ്. എനിക്ക് അത് സാധ്യമാവും എന്നാണ്. ഐ ഷുഡ് ഗെറ്റ് മൈ നോട്ട് ബുക്സ് കറക്റ്റഡ് ബൈ ദ ടീച്ചർ. ഐ ഷുഡ് ഗെറ്റ്, നോക്കൂ, ഷുഡാണ് അവിടെ ഉപയോഗിച്ചത്. ഐ ഷുഡ് ഗെറ്റ് മൈ നോട്ട് ബുക്സ് കറക്റ്റഡ് ബൈ ദ ടീച്ചർ. എനിക്ക് നോട്ട് ബുക്സ് കറക്റ്റ് ചെയ്ത് കിട്ടണം, ടീച്ചറിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കിട്ടണമെന്നാണ്. ടീച്ചർ ആണ് അത് ചെയ്യുന്നത്, നമ്മൾക്കത് കറക്റ്റ് ചെയ്ത് കിട്ടണം. ഐ ഷുഡ് ഗെറ്റ്. ഐ ഗോട്ട് ദ ഈവൻറ്റ് ഫോട്ടോഗ്രാഫ്ഡ്. ഐ ഗോട്ട് ദ ഈവൻറ്റ് ഫോട്ടോഗ്രാഫ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഈവൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കിട്ടി എന്നാണ്. ഐ ഗോട്ട് ദ ഈവൻറ്റ് ഫോട്ടോഗ്രാഫ്ഡ്. ഫോട്ടോഗ്രാഫ് എന്നത് അവിടെ ഒരു വേർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തേർഡ് ഫോം ഫോട്ടോഗ്രാഫ്ഡ്. ഐ ഗോട്ട് ദ ഈവൻറ്റ് വീഡിയോഗ്രാഫ്ഡ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അത് കിട്ടി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കിട്ടി എന്നാണ്. ഐ ഗോട്ട് ദ ഈവൻറ്റ് വീഡിയോഗ്രാഫ്ഡ്. അവിടെയും വീഡിയോഗ്രാഫ്ഡ് എന്നത് ഒരു വേർബാണ്. വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച സെൻറ്റൻസുകളെല്ലാം പോസിറ്റീവ് സെൻറ്റൻസുകളാണ് അല്ലേ. ഐ ഗെറ്റ് മൈ കാർ വാഷ്ഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഐ ഗെറ്റ് മൈ കാർ വാഷ്ഡ്, അത് എൻ്റെ കാറ് വാഷ് ചെയ്ത് കിട്ടുന്നു എന്നാണ്. അവിടെ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് വേണമെങ്കിൽ ഐ ഡോണ്ട് ഗെറ്റ് മൈ കാർ വാഷ്ഡ് എന്ന് വേണം. ഐ ഡോണ്ട് ഗെറ്റ്, ഡോണ്ട് എന്നത് ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഐ ഡോണ്ട് ഗെറ്റ് മൈ കാർ വാഷ്ഡ്, എനിക്ക് കിട്ടുന്നില്ല, വാഷ് ചെയ്ത് കിട്ടുന്നില്ല എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഡു യു ഗെറ്റ് യുവർ കാർ വാഷ്ഡ്. ഡു യു ഗെറ്റ് യുവർ കാർ വാഷ്ഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വാഷ് ചെയ്ത് കിട്ടാറുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ. ഡോണ്ട് യു ഗെറ്റ് യുവർ കാർ വാഷ്ഡ്. ഡോണ്ട് യു ഗെറ്റ് യുവർ കാർ വാഷ്ഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വാഷ് ചെയ്ത് കിട്ടുന്നില്ലേ എന്നായി. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഫോംസിലെ ക്വസ്റ്റ്യൻസ് ആയി. ഫസ്റ്റ് വൺ ഡു യു ഗെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ഫോമിലുള്ള ക്വസ്റ്റ്യനാണ്. അതേസമയം ഡോണ്ട് യു ഗെറ്റ് എന്ന് ചോദിക്കുമ്പോൾ നെഗറ്റീവ് ഫോമിലുള്ള ക്വസ്റ്റ്യനാണ്. ഇനി ഐ ഗെറ്റ് എന്ന് ഉപയോഗിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. അതല്ലാതെ ഷീ ഗെറ്റ്സ് ഹെർ കാർ വാഷ്ഡ് എന്ന് പറഞ്ഞാൽ ഷീ ഗെറ്റ്സ് ഹെർ കാർ വാഷ്ഡ്, അവിടെ അതും പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവൾക്ക് അവളുടെ കാറ് വാഷ് ചെയ്ത് കിട്ടാറുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. ഷീ ഡസൻറ്റ് ഗെറ്റ് ഹെർ കാർ വാഷ്ഡ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി. അപ്പോൾ നമുക്ക് ഡസൻറ്റ് ഗെറ്റ് എന്നാണ് മാറ്റി ഉപയോഗിക്കേണ്ടത്. ഷീ ഡസൻറ്റ് ഗെറ്റ് ഹെർ കാർ വാഷ്ഡ്, അവൾക്ക് അവളുടെ കാർ വാഷ് ചെയ്ത് കിട്ടുന്നില്ല.
ഇനി ഡസ് ഷീ ഗെറ്റ് ഹെർ കാർ വാഷ്ഡ് എന്ന് ചോദിച്ചാൽ അവൾക്ക് അവളുടെ കാർ വാഷ് ചെയ്ത് കിട്ടുന്നുണ്ടോ? ഡസ് ഷീ ഗെറ്റ് ഹെർ കാർ വാഷ്ഡ്. ഇനി വേറൊരു തരത്തിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡസൻറ്റ് ഷീ ഗെറ്റ് ഹെർ കാർ വാഷ്ഡ്. ഡസൻറ്റ് ഷീ ഗെറ്റ് ഹെർ കാർ വാഷ്ഡ്. അവൾക്ക് അവളുടെ കാർ വാഷ് ചെയ്ത് കിട്ടുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് വേയ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ വെൻ ഡസ് ഷീ ഗെറ്റ് ഹെർ കാർ വാഷ്ഡ് എന്ന് ചോദിച്ചാൽ എപ്പോഴാണ് അവളുടെ കാർ വാഷ് ചെയ്ത് കിട്ടാറുള്ളത്? വെൻ ഡസ്. ഇനി നമുക്ക് ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ വേർ ഡു യു ഗെറ്റ് യുവർ കാർ വാഷ്ഡ്? വേർ ഡു യു ഗെറ്റ് യുവർ കാർ വാഷ്ഡ്? എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ കാറ് വാഷ് ചെയ്ത് കിട്ടാറുള്ളത്? വേർ ഡു യു ഗെറ്റ്. അപ്പോൾ അത്തരത്തിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഗെറ്റ് നമുക്ക് ഒരു ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് നമ്മുടെ കോൺവെർസേഷനിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വേർഡാണ് ഗെറ്റ്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഷീ ഗോട്ട് ഹെർ കാർ വാഷ്ഡ്. ഷീ ഗോട്ട് ഹെർ കാർ വാഷ്ഡ്. അവൾക്ക് അവളുടെ കാർ വാഷ് ചെയ്ത് കിട്ടി. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെ നമുക്ക് നെഗറ്റീവ് ഫോമാക്കി മാറ്റണമെങ്കിൽ ഷീ ഡിഡിൻറ്റ് ഗെറ്റ് ഹെർ കാർ വാഷ്ഡ്. ഡിഡിൻറ്റ്. അവൾക്ക് അവളുടെ കാർ വാഷ് ചെയ്ത് കിട്ടിയില്ല. ഇനി ഡിഡ് ഷീ ഗെറ്റ് ഹെർ കാർ വാഷ്ഡ്? അവളുടെ കാർ വാഷ് ചെയ്ത് കിട്ടിയോ? ഡിഡ് ആണ് ഉപയോഗിച്ചത്, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിഡിൻറ്റ് ഷീ ഗെറ്റ് ഹെർ കാർ വാഷ്ഡ്? അവൾക്ക് അവളുടെ കാർ വാഷ് ചെയ്ത് കിട്ടിയോ? ഇനി നമുക്ക് കണ്ടിന്യൂസ് ഫോം ആവാം. വി ആർ ഗെറ്റിംഗ് അവർ കാർ വാഷ്ഡ്. വി ആർ ഗെറ്റിംഗ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം വി ആർ നോട്ട് ഗെറ്റിംഗ് അവർ കാർ വാഷ്ഡ്. വി ആർ നോട്ട് ഗെറ്റിംഗ് അവർ കാർ വാഷ്ഡ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോം ആർ വി ഗെറ്റിംഗ് അവർ കാർ വാഷ്ഡ്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആർൻറ്റ് വി ഗെറ്റിംഗ് അവർ കാർ വാഷ്ഡ്? ഇനി ഹി ക്യാൻ ഗെറ്റ് യു അറസ്റ്റഡ്. ഒരു പോസിറ്റീവ് ഫോമാണ്. ഹി ക്യാൻ ഗെറ്റ് യു അറസ്റ്റഡ്. അവന് നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നാണ്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അത് നെഗറ്റീവ് ഹി കാൺട്ട് ഗെറ്റ് യു അറസ്റ്റഡ്. ഹി കാൺട്ട് അവിടെ നെഗറ്റീവ് ഫോമായി. കനോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് കാൺട്ട്. ക്യാൻ ഹി ഗെറ്റ് യു അറസ്റ്റഡ്? അവന് നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ്. ക്യാൻ ഹി. ഇനി കാൺട്ട് ഹി ഗെറ്റ് യു അറസ്റ്റഡ്? അവന് നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ലേ? കാൺട്ട് ഹി ഗെറ്റ് യു അറസ്റ്റഡ്. ഇനി പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. ഹി ഹാസ് ഗോട്ട് ഹിസ് കാർ വാഷ്ഡ്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഹി ഹാസിൻറ്റ് ഗോട്ട് ഹിസ് കാർ വാഷ്ഡ്. അവന് അവൻ്റെ കാർ വാഷ് ചെയ്ത് കിട്ടിയിട്ടില്ല. ഹാസ് ഹി ഗോട്ട് ഹിസ് കാർ വാഷ്ഡ്? അവന് കാറ് വാഷ് ചെയ്ത് കിട്ടിയോ? ഹാസ് ഹി. അതുപോലെ ഹാസിൻറ്റ് ഹി ഗോട്ട് ഹിസ് കാർ വാഷ്ഡ്? അവന് അവൻ്റെ കാറ് വാഷ് ചെയ്ത് കിട്ടിയിട്ടില്ലേ? ഐ സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഐ ഹാവ് ഗോട്ട് മൈ കാർ വാഷ്ഡ്. എനിക്ക് എൻ്റെ കാർ വാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് സെൻറ്റൻസ്. ഐ ഹാവിൻറ്റ് ഗോട്ട് മൈ കാർ വാഷ്ഡ്. നെഗറ്റീവ് സെൻറ്റൻസ്. ഹാവ് ഐ ഗോട്ട് മൈ കാർ വാഷ്ഡ്? എനിക്ക് എൻ്റെ കാർ വാഷ് ചെയ്ത് കിട്ടിയോ? ഹാവിൻറ്റ് ഐ ഗോട്ട് മൈ കാർ വാഷ്ഡ്? എനിക്ക് എൻ്റെ കാർ വാഷ് ചെയ്ത് കിട്ടിയിട്ടില്ലേ? ഏത് സെൻറ്റൻസ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ നെഗറ്റീവ് സെൻറ്റൻസും ക്വസ്റ്റ്യൻ ഫോമും പോസിറ്റീവ് സെൻറ്റൻസും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് ഗെറ്റ് എന്നത്. ഇത്തരത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഗെറ്റ്. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഇത് ഉപയോഗിക്കുക.